സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇന്നലെ രാവിലെ അമേരിക്കൻ സമയം 9 മണിക്ക് UN ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു നടത്തിയ പ്രസംഗം ലോകത്തിലെ ഏറ്റവും കേൾക്കപ്പെട്ട പ്രസംഗങ്ങളിൽ ഒന്നായി മാറി. അദ്ദേഹം പ്രസംഗപീഠത്തിലേക്ക് കയറിയ ഉടനെ തന്നെ പ്രതിഷേധ സൂചകമായി മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും തന്നെ ഡിപ്ലോമാറ്റുകൾ അവരവരുടെ കസേരകളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. ശ്രദ്ധേയമായ അവിടെ ഇരുന്ന കൂട്ടത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെയും ഇസ്രായേലിൻ്റെയും ഡിപ്ലോമാറ്റിക് സംഘങ്ങളെ മാത്രമാണ് കാര്യമായി ടെലിവിഷൻ സംഘങ്ങൾ ഫോക്കസ് ചെയ്ത് കാണിച്ചത്. വ്യൂവേഴ്സ് ഗാലറിയിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ആളുകൾ തിരക്ക് പിടിച്ചു പോകുന്നത് കാണാമായിരുന്നു. കാരണം അവർക്ക് ആ പ്രസംഗം പൂർണ്ണമായും മൊബൈൽ ഫോണിൽ കാണേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും അധികം ഈ പ്രസംഗം വ്യൂ ചെയ്തതും കണ്ടതും ശ്രദ്ധിച്ചതും ആ ഇറങ്ങിപ്പോയ ഡിപ്ലോമാറ്റുകളുടെ രാജ്യങ്ങളിലെ ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരോടും തനിക്ക് ഒറ്റയടിക്ക് സംസാരിക്കാൻ കഴിയും എന്ന ബോധ്യത്തിൽ നെതന്യാഹു വളരെ ശ്രദ്ധയോടെ തന്നെയാണ് അവിടെ നിന്ന് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗം അദ്ദേഹം ഉപയോഗിച്ചത് എന്തിനാണ് അവർ യുദ്ധം ചെയ്യുന്നത്, യുദ്ധം കൊണ്ട് അവരെന്തു നേടി, അമേരിക്കൻ സപ്പോർട്ട് അവർക്ക് എത്രത്തോളം ഗുണം ചെയ്തു, അവർ ചെയ്യുന്ന ഈ യുദ്ധം അമേരിക്കയ്ക്ക് എത്രയധികം പ്രയോജനകരമാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കണ്ടന്റായി വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും അദ്ദേഹം ഈ പ്ലാറ്റ്ഫോം വളരെ ഇഫക്റ്റീവായി യൂസ് ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം ലോകത്തിന്റെ ശാപം എന്ന് പറഞ്ഞുകൊണ്ട് ചില രാജ്യങ്ങളെ മാപ്പിൽ ഇങ്ങനെ ഒരു മാപ്പ് അദ്ദേഹം കൊണ്ടുവന്നിട്ട് ആ മാപ്പ് ഉയർത്തി കാണിച്ച് ആ മാപ്പിനകത്ത് റെഡ് കളർ ഇട്ട് ചില രാജ്യങ്ങളെ ദ കേഴ്സ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ചില രാജ്യങ്ങളെ അദ്ദേഹം കാണിച്ചിരുന്നു. അത് സിറിയ, ഇറാൻ, ഇറാഖ്, യമനിലൊരു ചെറിയ ഭാഗമാണ് കാണിച്ചിട്ടുള്ളത്. യമനെ പൂർണ്ണമായിട്ട് അതിനകത്ത് ചേർത്തിട്ടില്ല. ലെബനോൺ, ഈ രാജ്യങ്ങളാണ് ആ റെഡ് മാർക്കിട്ട് അദ്ദേഹം കാണിച്ചിരുന്നത്. അതേ മാപ്പ് അദ്ദേഹം ഈ വർഷവും കൊണ്ടുവരികയുണ്ടായി. ആ മാപ്പ് കഴിഞ്ഞ വർഷം ഉപയോഗിച്ച രീതിയിലല്ല അദ്ദേഹം ഈ വർഷം ഉപയോഗിച്ചത് എന്ന് മാത്രം. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അദ്ദേഹം ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ ഹമാസിനെ വാൺ ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത്, ലെറ്റ് മൈ പീപ്പിൾ ഗോ, ഫ്രീ ദ ഹോസ്റ്റേജസ്, ഇഫ് യു ഡു യു വിൽ ലിവ്, ഇഫ് യു ഡോണ്ട് ഇസ്രായേൽ വിൽ ഹണ്ട് യു ഡൗൺ. ഈ ഹണ്ട് യു ഡൗൺ എന്നുള്ളത് അദ്ദേഹം വളരെ ഫോഴ്സ് ചെയ്താണ്, ശക്തമായിട്ടാണ് പറഞ്ഞത്. അതായത് എൻ്റെ ആളുകളെ വിട്ടു തരിക, വിട്ടു തന്നാൽ നിങ്ങൾ ജീവിക്കും, ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലും എന്ന് തന്നെയാണ് അദ്ദേഹം ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഹമാസിന് കൊടുത്ത വാണിംഗ്. കൂടാതെ അവിടുന്ന് ഒരു ക്യുസ് പോലൊരു സംഗതി അദ്ദേഹം ചെയ്യേണ്ട, ഒരു ക്യുസ് ബോർഡ് പോലൊരു സാധനം കൊണ്ട്, ഒരു ബോർഡിനകത്ത് ഒരു ക്യുസ് അദ്ദേഹം അത് എടുത്ത് കാണിച്ചു. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹൂ ഷൗട്ട്സ് ഡെത്ത് ടു അമേരിക്ക. അതിന്റെ താഴെ ഉത്തരങ്ങളായി കൊടുത്തിട്ടുള്ളത് ഇറാൻ, ഹമാസ്, ഹെസ്ബുള്ള, ഹൂത്തീസ്, ഓൾ എബവ് എന്നിങ്ങനെ ABCDE ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അമേരിക്കയ്ക്ക് മരണം എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ചോദ്യത്തിന് ഉത്തരവായിട്ട് ABCDE ഓപ്ഷൻസ് ആയി കൊടുത്തത് ഇറാൻ, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തീസ്, എബവ് ഓൾ എന്നാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ ആ ബോർഡിൽ ഒരു ടിക്ക് ഇടുകയാണ്, എബവ് ഓൾ. ഇവരൊക്കെ അമേരിക്കയെ അവസാനിപ്പിക്കാൻ നടക്കുന്നവരാണ്. നിശ്ചയമായും അവർ ഇസ്രായേലിനെയും അവസാനിപ്പിക്കാൻ നടക്കുന്നവരാണ്. അവസാനത്തെ ജൂവിനെ വരെ ഭൂമുഖത്തും തുടച്ചു നീക്കണം എന്നുള്ളത് അവരുടെ സ്ഥാപിതമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ. അവരെപ്പോൾ സംഘടന സ്ഥാപിച്ചുവോ ആ സ്ഥാപിച്ച സമയത്തെ അവരുടെ മുദ്രാവാക്യമായി അവർ ഉയർത്തിക്കാട്ടിയിട്ടുള്ളതാണ്. ഇറാനിലെ 1979 മത ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിന്റെ ഒന്നാമത്തെ വാചകമായി എഴുതി ചേർത്തിട്ടുള്ളത് ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുക, അമേരിക്കയെ ഡെത്ത് ടു അമേരിക്ക, അമേരിക്കയ്ക്ക് മരണം സമ്മാനിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ഒന്നും കൂടി അവിടെ നിന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം. കാരണം ആളുകൾക്ക് മറവി കൂടുതലാണ്, തങ്ങൾ മറക്കാറില്ല എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ട്രംപിനാണ് അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാവുക. കാരണം അമേരിക്ക ഇസ്രായേൽ നേരിട്ടതുപോലെ തന്നെയുള്ള ഭീകര ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. കൂടാതെ ഭീകര ആക്രമണത്തെ എപ്പോൾ വേണമെങ്കിലും നേരിടാൻ സാധ്യതയുള്ള ഒരു രാജ്യവുമാണ് അമേരിക്ക എന്ന് അദ്ദേഹം പറയുന്നു. ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രായേൽ കടന്നു കയറിയ സമയത്ത് നിരവധി രാജ്യങ്ങൾ
ലോകത്തിലെ നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. പക്ഷേ ആ സപ്പോർട്ടൊക്കെ പിന്നീട് ഇവാപ്പറേറ്റ് ചെയ്തു പോയി, ആവിയായി പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അദ്ദേഹം പറയുന്നത് അവരിപ്പോൾ ഈ ഒക്ടോബർ 7 ഓർക്കുന്നത് പോലുമില്ല. എന്താണ് ഒക്ടോബർ 7 സംഭവിച്ചത് എന്ന കാര്യം അവർ തീർത്തും വിസ്മൃതിയിലായിപ്പോയി. പക്ഷേ ഞങ്ങൾക്കത് മറക്കാനാവില്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. കാരണം മുറിഞ്ഞത് ഞങ്ങൾക്കാണ്. അദ്ദേഹത്തിന്റെ ചെസ്റ്റിൽ ഇവിടെ ഒരു QR കോഡ് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4x4 സൈസ്, 4 സെന്റിമീറ്റർ ബൈ 4 സെന്റിമീറ്റർ സൈസ് വരുന്ന QR കോഡ്. അപ്പൊ അദ്ദേഹം അവിടെ ഓഡിയൻസിൽ ഇരിക്കുന്ന ആളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതിലേക്ക് ക്യാമറ സൂം ചെയ്യും. നിങ്ങൾ ഈ QR കോഡിലേക്ക് ക്യാമറ സൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ ഒക്ടോബർ 7, 2023 അവർ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രായേലിന്റെ അതിർത്തികൾക്കുൾ കടന്നു കയറി കുഞ്ഞുങ്ങളെ ചുട്ടരിച്ചു കൊന്നതും വൃദ്ധരെ തെരുവിലിട്ട് ചവിട്ടിക്കൊന്നതും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതും സ്ത്രീ ശവശരീരങ്ങളെ നഗ്നമാക്കി കൊണ്ടുപോകുന്നതും നഗ്നമാക്കിയ സ്ത്രീ ശവശരീരത്തെ അപമാനിക്കുന്നതും ഒക്കെ ഈ വീഡിയോയിലുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. കണ്ണിൽ കണ്ടവരെയൊക്കെ വെടിവെച്ച് കൊന്നും തല്ലിക്കൊന്നും മുന്നേറിയ ഹമാസിന്റെ ഭീകരത നിങ്ങൾ മറന്നുപോയാലും ഞങ്ങൾക്ക് മറക്കാനാവില്ല എന്നാണ് നെതന്യാഹു ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്. ഇവർ പിടിച്ചുകൊണ്ടുപോയതിൽ ഹോളോകാസ്റ്റ് സർവൈവേഴ്സ് ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ നിന്ന് ഹോളോകാസ്റ്റിൽ സർവൈവ് ചെയ്ത മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ കൊച്ചുമക്കളും ഉണ്ടായിരുന്നു. അതായത് ഹോളോകാസ്റ്റ് രക്ഷപ്പെട്ട വൃദ്ധരായിട്ടുള്ള 80 കഴിഞ്ഞ മനുഷ്യരെയും അവരുടെ കൊച്ചുമക്കളെയും ഒന്നിച്ചു പിടിച്ചുകൊണ്ടു പോവുക എന്നുള്ള ഭീകരത, മാതാപിതാക്കളുടെ മുൻപിൽ നിന്ന്, മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചു പറിച്ച് അവരുടെ മുൻപിൽ വെച്ച് നിലത്തടിച്ചു കൊല്ലുന്ന ഭീകരത. ഇത്തരം ഭീകരതകൾ അവർ ചെയ്തത് ലോകത്തിന് മറക്കാൻ സാധിക്കുമായിരിക്കും, പക്ഷേ തങ്ങൾക്ക് മറക്കാൻ കഴിയുകയില്ല. അവർ പിടിച്ചുകൊണ്ടുപോയതിൽ 207 പേരെ തിരിച്ചു കൊണ്ടുവരാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇവരുടെ കയ്യിൽ ഇപ്പോഴുള്ള ഈ മൊത്തം 47 പേര്, അതിൽ 20 പേർ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 20 പേരുടെയും പേര് അദ്ദേഹം വായിക്കുന്നുണ്ട്. ആ 20 പേർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് UN പ്ലാറ്റ്ഫോമിൽ നിന്ന് അദ്ദേഹം പറയുന്നു, ഗാസ സിറ്റിയുടെ ചുറ്റും അവർ ലൗഡ് സ്പീക്കേഴ്സ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ലൗഡ് സ്പീക്കേഴ്സിലൂടെ ഇപ്പോൾ ഞാൻ പറയുന്ന അവർക്ക് കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം ഹീബ്രുവിൽ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹീബ്രുവിൽ സംസാരിക്കുന്നു. പിന്നീട് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുന്നു. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ നിങ്ങളെ മറന്നില്ല. ഞാൻ നെതന്യാഹുവാണ്, UN പ്ലാറ്റ്ഫോമിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ മറന്നുപോയിട്ടില്ല. ഒരു നിമിഷം പോലും ഞങ്ങൾ മറന്നുപോയിട്ടില്ല. ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെയുണ്ട്. നിങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങൾ വരുന്നുണ്ട്. ഞങ്ങളുടെ പട്ടാളം നിങ്ങൾക്ക് വേണ്ടി അവിടെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിലെ ധീരന്മാരായ പൗരന്മാരെ ഞങ്ങൾ നിരന്തരമായി ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഞങ്ങൾ വിട്ടുകളഞ്ഞിട്ടില്ല. തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം നേരിട്ട് UN പ്ലാറ്റ്ഫോമിൽ നിന്ന് അവിടെ ബന്ധികളായി പിടിക്കപ്പെട്ട ആളുകളോട് സംസാരിക്കുന്നതും ഇന്നലെ നമ്മൾ കാണുകയുണ്ടായി. ഇസ്രായേല് ഈ ബന്ധികളെ മുഴുവൻ തിരികെ വീട്ടിലിരിക്കുന്നതുവരെ ഇസ്രായേലിൽ ഒരു മനുഷ്യനും വിശ്രമിക്കുകയില്ല എന്ന് നിങ്ങൾ ഓർക്കണം. മുഴുവൻ ആളുകളെയും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ വിശ്രമിക്കുകയില്ല. അപ്പൊ ഇത് നേരത്തെ കൊടുത്ത വാണിംഗുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കണം. വേണമെങ്കിൽ ഞങ്ങളുടെ ആളുകളെ വിട്ടുതന്ന് ആയുധം വെച്ച് കീഴടങ്ങിക്കൊള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തുരത്തി ഓടിച്ച് പിടിച്ച് കൊന്നുകളയും എന്ന് ഹമാസിനോട് പറഞ്ഞത് അദ്ദേഹം പാലിക്കാനായി പറഞ്ഞ വാക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിൽ ആദ്യം ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇദ്ദേഹം ഒരു മാപ്പുമായിട്ടാണ് വന്നത്. ആ മാപ്പ് ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് അതേ മാപ്പ് ഇപ്രാവശ്യം അദ്ദേഹം ഉയർത്തി കാണിച്ചു. അതിന് മേലെ ദ കേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ചില രാജ്യങ്ങളെ അത് റെഡ് ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഓരോരോ രാജ്യങ്ങളുടെ പേര് വായിക്കുന്നുണ്ടായി. ഹൂതീസ് ഇൻ യമൻ എന്ന് പറയുന്നത് ദേ ആർ ഗോൺ. അവരുടെ അച്ചീവ്മെന്റ്സ്, ഇസ്രായേലിന്റെ അച്ചീവ്മെന്റ്സ് അദ്ദേഹം പറയുകയാണ്, ഒന്നൊന്നായിട്ട് പറയുകയാണ്. ഹൂതീസ് ഇൻ യമൻ ഗോൺ എന്ന് പറഞ്ഞിട്ട് ആ മാപ്പിൽ തന്നെ അദ്ദേഹം അത് ക്രോസ് ചെയ്ത് വിടുന്നു. പിന്നീട് ഹെസ്ബുള്ള ഇൻ ലെബനോൺ ഗോൺ എന്ന് പറഞ്ഞിട്ട് ലെബനോണിന്റെ മേലെ ഒരു ക്രോസ് മാർക്ക് ഇടുന്നു. പിന്നീട് സിറിയ, അസാദ് റെജീം ഇൻ സിറിയ റിമൂവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന്റെ മുകളിലൊരു ക്രോസ് മാർക്ക് ഇടുന്നു. ദ ഷിയായിറ്റ് ഫോഴ്സസ് ഇൻ ഇറാഖ് റിമൂവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഒരു ക്രോസ് മാർക്ക് ഇടുന്നു. അങ്ങനെ അവസാനം എല്ലാറ്റിലും ഉപരിയായി ഏറ്റവും പ്രധാനമായി ഇറാന്റെ ആറ്റോമിക് ശക്തിയെ ഞങ്ങൾ നശിപ്പിച്ചു, അവരുടെ മിസൈൽ ശേഖരങ്ങളും ഞങ്ങൾ ഇല്ലാതാക്കി, അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ തെരഞ്ഞു പിടിച്ച് ഞങ്ങൾ കൊന്നു, അവരുടെ മിലിറ്ററി നേതൃത്വത്തിനെ ബിഹാഡ് ചെയ്തു, തലയറുത്ത് കൊന്നു. അങ്ങനെ അത്രയും വലിയ നേട്ടം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം UN പ്ലാറ്റ്ഫോമിൽ വെച്ച് അവരെ തള്ളിപ്പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളോട്, അവരെ തള്ളിപ്പറഞ്ഞ മറ്റ് ലോക രാജ്യങ്ങളോട് അവർ പ്രസ്താവിക്കുകയാണ്, ലോകത്തിന്റെ ശാപമായിരുന്ന, നിങ്ങളുടെ അടക്കം ശാപമായിരുന്ന ഇവരെ ഈ ലോകത്ത് ഒന്നുകിൽ പുട്ടിട്ട് വെച്ചത് അല്ലെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞത് ഞങ്ങളാണ്.
ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് എന്നാണ് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായത്. അദ്ദേഹം പറഞ്ഞ ഇസ്രായേൽ ഹാമേർഡ് ഹൂതീസ് destroyed the bulk of Hamas terror machine, crippled Hezbollah. Assad in Syria is gone. Jihad forces in Iraq is crippled. And most importantly, we devastated Iran's atomic weapons and ballistic missile programs. Its nuclear scientists, top military brass. We have finished the Yahya Sinwar, Hezbollah's Nasrullah Hassan, Hassan Nasrullah, and top atomic scientists of Iran. All gone. എന്നാണ് അദ്ദേഹം അവിടെ പറയുകയുണ്ടായത്. ഇനി അദ്ദേഹം പറയുന്നു ഈ പാലസ്റ്റീനിയൻസ് എന്ന് പറയുന്ന ആളുകൾ, അത് ഗാസയിലുള്ളവരായിക്കൊള്ളട്ടെ സമേറിയയിലുള്ളവരായിക്കൊള്ളട്ടെ, അവർ വെസ്റ്റ് ബാങ്കിന് സാധാരണഗതിയിൽ ഇസ്രായേൽക്കാർ പറയുന്ന പേര് സമേറിയ എന്നാണ്. ബിബ്ലിക്കൽ നൈമാണ് അവർ എപ്പോഴും ഉപയോഗിക്കുന്നത്. അത് ഇസ്രായേലിന്റെ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഗാസ എന്നുള്ളത് ബിബ്ലിക്കൽ നൈം തന്നെയാണ്, ഈ വെസ്റ്റ് ബാങ്ക് എന്നുള്ളത് ബിബ്ലിക്കൽ നൈമല്ല. അതുകൊണ്ട് അവരതിന് സമേറിയ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒക്ടോബർ 7 സമേറിയയിലും ഗാസയിലുമുള്ള പാലസ്തീനികൾ, മുഴുവൻ പാലസ്തീനികളും, അദ്ദേഹം പറഞ്ഞ 90% പാലസ്തീനികളും ഈ ഹമാസ് ഇസ്രായേൽ കടന്നു കാണിച്ച ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ നേരിട്ട് കണ്ട റൂഫ് ടോപ്പിൽ കയറി നൃത്തം ചെയ്യുകയായിരുന്നു, തെരുവുകളിൽ നൃത്തം ചെയ്ത് ആസ്വദിക്കുകയായിരുന്നു. അതുകൊണ്ട് പാലസ്തീൻ ജനത ഇപ്പോഴനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തെരുവിൽ കാലിൽ പിടിച്ച് തെരുവിലടിച്ച് തലയടിച്ച് കൊല്ലുമ്പോൾ, ഞങ്ങളുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുമ്പോൾ, അവർ വിജയോന്മാദത്തിൽപ്പെട്ട് റൂഫ് ടോപ്പുകളിൽ കയറി നൃത്തം ചെയ്യുകയും തെരുവുകളിൽ നൃത്തമാടുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കുമ്പോൾ അവർക്ക് പറയാൻ കഴിയില്ല, ഞങ്ങൾ നിരപരാധികളാണെന്ന് പറയാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കുകയായിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഹമാസിനെ മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. സിവിലിയൻ ഏരിയകളിൽ 10,000 ലക്ഷക്കണക്കിന് പാംപ്ലെറ്റുകളുടെ രൂപത്തിൽ വാണിംഗ് കൊടുത്തതിന് ശേഷമാണ് ആളുകൾ കൊഴിഞ്ഞു പോകാനുള്ള കൃത്യമായ സമയം കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ ആക്രമണങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ഇതിനെ ഹോളോകാസ്റ്റുമായി ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഹോളോകാസ്റ്റിൽ എപ്പോഴെങ്കിലും ജൂതന്മാർക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ളൊരു വാണിംഗ് ഹിറ്റ്ലർ നൽകിയിരുന്നോ? അവസരം ഹിറ്റ്ലർ നൽകിയിരുന്നോ? ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ സിവിലിയന്മാരോട് അവിടെ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, മാറി നിൽക്കുക, ഞങ്ങൾ ഇവിടെ ആക്രമിക്കാൻ പോവുകയാണ്. ഹമാസിന്റെ ഭീകരർ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. അവർ ഒളിക്കാൻ വേണ്ടി താവളങ്ങളായി ഉപയോഗിക്കുന്ന സ്കൂളുകളാണ്, ഹോസ്പിറ്റലുകളാണ്, അനാഥാലയങ്ങളാണ്, വീടുകളാണ്, പാർപ്പിട സമുച്ചയങ്ങളാണ്. ആളുകളുടെ ഇടയിൽ, ആളുകൾ പാർക്കുന്ന സ്ഥലങ്ങളിൽ, ആളുകൾക്ക് സേവനം കൊടുക്കുന്ന സ്ഥലങ്ങളിൽ, അനാഥശാലകളിൽ പോലും ഇരുന്നു കൊണ്ട് ഞങ്ങളെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആക്രമിക്കുന്നവരെ തിരിച്ചാക്രമിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാനാവില്ല. അവിടെ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്, വാണിംഗ് കൊടുക്കുന്നുണ്ട്. ബാക്കി അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നെങ്കിൽ നൃത്തം ചെയ്തവർക്ക് കിട്ടുന്ന സമ്മാനമായിക്കൊള്ളട്ടെ എന്നാണ് ഭംഗ്യന്തരേണ അദ്ദേഹം സൂചിപ്പിച്ചത് എന്ന് വിചാരിക്കണം. ഇസ്രായേൽ വിൽ കണ്ടിന്യൂ, ഞങ്ങൾ തുടരും, അവസാനം വരെ തുടരും. അവസാനത്തെ ഹമാസ് ഭീകരനെ വരെ പിടിച്ച് ചുട്ട് കൊല്ലുന്നത് വരെ ഈ പരിപാടി ഞങ്ങൾ തുടരും എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം അവിടുന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. കൂടാതെ അദ്ദേഹം പറയുകയുണ്ടായി, ബത്ലഹേം, യേശു ജനിച്ച സ്ഥലം, അവിടെ 67 ഇസ്രായേൽ 67 ആ സ്ഥലം പിടിക്കുമ്പോൾ, ജോർദാന്റെ കയ്യിൽ നിന്ന് പിടിക്കുമ്പോൾ അവിടെ ക്രിസ്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത് 80%. പാലസ്തീൻ അതോറിറ്റി അവിടെ അധികാരം ഏറ്റെടുക്കുന്നത് വരെ 1990-കളിൽ പാലസ്തീൻ അതോറിറ്റി അവിടെ ഓസ്ലോ അക്കോർഡ്സിന്റെ ഭാഗമായി അവിടെ അധികാരം ഏറ്റെടുക്കുന്നത് വരെ അവിടുത്തെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ 80% ആയിരുന്നു. ഇന്ന് അവിടുത്തെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ 20% താഴെയാണെന്ന് ഓർക്കണം. ഇത് അവിടുത്തെ കാര്യം മാത്രമൊന്നുമല്ല കേട്ടോ. ഇത് മുസ്ലിങ്ങൾ അധികാരത്തിലെത്തിയിട്ടുള്ള, ഇസ്ലാമിക ഭീകരർ അധികാരത്തിലെത്തിയിട്ടുള്ള പാകിസ്ഥാൻ അടക്കമുള്ള, ബംഗ്ലാദേശ് അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളിലെയും കഥയാണിത്. ഈ പാകിസ്ഥാൻ രൂപീകരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 10% അടുത്ത് വരുന്ന ഹിന്ദുക്കൾക്ക് ഇന്ന് എന്ത് സംഭവിച്ചു? എണ്ണാനുള്ള ഹിന്ദുക്കൾ പോലും ഇന്ന് പാകിസ്ഥാനിലില്ല. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്ക് എന്ത് സംഭവിച്ചു? ഇത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ ഇസ്ലാം ഭരണമേൽക്കുന്ന ഏത് സ്ഥലങ്ങളിലെയും മറ്റു മതക്കാരുടെ അവസ്ഥയാണ് എന്ന് നമ്മളോട് കൂട്ടിച്ചേർത്ത് വായിക്കണം. കാരണം 3-4 ദിവസം മുൻപ് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പാലസ്തീനിയൻ സംഗമം എറണാകുളത്തുണ്ടായിരുന്നു. അവിടെ പാലസ്തീന്റെ പ്രതിനിധി സംസാരിക്കാൻ വന്നിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഉച്ചസ്ഥൈര്യത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി, ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളോട് വിരോധമില്ല, ഞങ്ങൾക്ക് ജൂതന്മാരോട് വിരോധമില്ല, ഞങ്ങളെ അവർ അടിച്ചമർത്തുകയാണ്. ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ തികഞ്ഞ നുണകൾ, 100% നുണകൾ വിളിച്ചു പറയുവാൻ ഇക്കൂട്ടർക്ക് യാതൊരു മടിയുമില്ല. അവർക്ക് എവിടെയൊക്കെ അധികാരം കിട്ടിയിട്ടുണ്ടോ, അവർക്ക് അധികാരം കിട്ടിയ സ്ഥലങ്ങളിൽ മുഴുവൻ മറ്റു മതസ്ഥരെ, അത് ജൂതനായിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, ഹിന്ദു ആയിക്കൊള്ളട്ടെ, ബുദ്ധമതക്കാരനായിക്കൊള്ളട്ടെ, ഏത് മതക്കാരനാണെങ്കിലും അവരെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അത്തരം ഭരണകൂടങ്ങൾ ആദ്യമേ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്നോർക്കണം. നെതന്യാഹു വീണ്ടും പറയുന്നുണ്ട്, അവരുടെ പാലസ്തീൻ എന്ന് പറയുന്നത്
സമേറിയായും ഗാസായും ഇന്ന് ഇസ്രായേൽ എന്ന് വിളിക്കുന്ന രാജ്യവും ചേർന്നതാണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പാലസ്തീനെ അംഗീകരിച്ച രാജ്യങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. നിങ്ങൾ കാണിച്ചത് തികഞ്ഞ അനീതിയാണ്. ഭീകരപ്രവർത്തനം നടത്തിയവർക്ക്, ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഞങ്ങളെ ഇല്ലാതാക്കി ഒരു പാലസ്തീൻ സ്ഥാപിച്ചു കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരമൊന്നും നൽകാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പ്രതിഷേധ സൂചകമായി നിൽക്കുകയാണ് അവർ ചെയ്തത്. ഇന്നലെ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കൂടാതെ പാകിസ്ഥാന്റെയും ചൈനയുടെയും പ്രധാനമന്ത്രിമാർ കൂടി അവിടെ പ്രസംഗിക്കുകയുണ്ടായി. പാകിസ്ഥാൻ ലഭിച്ച അവസരം പൂർണ്ണമായും ട്രംപിനെ പുകഴ്ത്താനാണ് ഉപയോഗിച്ചത്. ട്രംപിൽ നിന്ന് പരമാവധി സൗജന്യങ്ങൾ വാങ്ങിയെടുക്കാം എന്ന ധാരണയിൽ ട്രംപിന്റെ പേര് ഒരിക്കൽ കൂടി അവർ നോബൽ പ്രൈസിന് ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സജസ്റ്റ് ചെയ്യുവാനാണ് പ്രധാനമായും പ്രസംഗത്തിന്റെ മുഖ്യ ഭാഗങ്ങൾ ഉപയോഗിച്ചത്. അവർ ഇസ്രായേലിന് നേരെ ജസ്റ്റ് പറഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി ഇസ്രായേൽ കാണിക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം എന്ന് മെല്ലെ പറഞ്ഞ്, കാരണം അത് അമേരിക്ക ഒരുപക്ഷെ ചൊടിപ്പിച്ചേക്കാം എന്ന് അവർക്കറിയാം, അതുകൊണ്ട് വളരെ മെല്ലെ പറഞ്ഞ് പാകിസ്ഥാൻ അത് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ചൈനയാവട്ടെ ഇസ്രായേലിന്റെ പേര് മെൻഷൻ ചെയ്യുക പോലും ഉണ്ടായില്ല. അവർ സാധാരണ തന്നെ അങ്ങനെയാണ്. ചൈന ഒരിക്കലും UN പ്രസംഗങ്ങളിലെ വളരെ കാറ്റഗോറിക്കലായിട്ട് ഒരു വിഷയവും പറയാറില്ല. അവര് അവിടെ ആകെ ഭംഗ്യന്തരേണ സൂചിപ്പിച്ചത് അമേരിക്ക വ്യാപാര വിഷയങ്ങളിൽ അനീതി നടത്തി മേൽക്കോയ്മ നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു സൂചന മാത്രമാണ് ചൈന ഇന്നലെ അവിടെ പറയുകയുണ്ടായത്. ഞാൻ ഉദ്ദേശിച്ചത് ചൈനയും അവിടെ ഇന്നലെ ഇസ്രായേലിനെ മെൻഷൻ ചെയ്തേ ഇല്ല എന്നുള്ളതാണ്. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ പോലും ഇവിടെ ഈ പ്ലാറ്റ്ഫോം ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോഴാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെയുള്ള ഇസ്ലാമിക ഭീകരരെ ഭയന്ന്, തങ്ങളുടെ രാജ്യത്തുള്ള ഇസ്ലാമിക ഭീകരതയെ ഭയന്ന് അതിനെ നേരിടാനാവാതെ തങ്ങളുടെ ലൂസായിപ്പോയ നിയമവ്യവസ്ഥകൾ ഭീകരതയ്ക്കെതിരെ പ്രയോഗിക്കാനുള്ള പല്ലും നഖവും നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് തങ്ങളുടെ നിയമവ്യവസ്ഥകളിലെ പഴുതുകൾ ഉപയോഗിച്ച് തങ്ങളുടെ രാജ്യങ്ങളിൽ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ശക്തികളെ നേരിടാനാവാതെ ദയനീയ അവസ്ഥയിൽ പാലസ്തീനു വേണ്ടി ജയ് വിളിക്കുന്നത് അത് വലിയ ദയനീയമായ ഒരു അവസ്ഥയാണ് യൂറോപ്പിനെ സംബന്ധിച്ച്. ആ ഒരു അവസ്ഥ ഇന്നലെ വളരെ പ്രകടമായി നമുക്ക് എടുത്തു കാണാൻ സാധിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു വിഷയമാണ്.